പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം കുന്നത്തുമലയിൽ നിന്ന് അവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് 2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ പദ്ധതി ഇവിടെ ഒന്നും കണ്ടില്ല, ഇത് പറ്റിപ്പായിരുന്നു എന്ന നിലയിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ ഒരു പ്രാദേശിക ചാനലിനെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണം നടത്തുകയുണ്ടായി. എന്നാൽ അവിടെ കൂടിയവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പോലും ഈ പ്രാദേശിക ചാനലിൽ നിന്ന് വന്ന ആളുകൾ സംരക്ഷണം ചെയ്തില്ല. നമ്മൾ കകാർ സാറിനെ തന്നെ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞു കകാർ സാറോട് ഇന്നലെയൊക്കെ ചെയ്യുമെന്ന്, അതൊന്നും ഇത് വന്നിട്ടില്ല. അവർക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സംരക്ഷണം ചെയ്തത്. ഇത് യഥാർത്ഥ വസ്തുത നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ കുന്നത്തുമല ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. അവിടത്തേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. ആ ശ്രമം യഥാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ കുന്നത്തുമലയേക്കാൾ ഉയരത്തിൽ വാട്ടർ ടാങ്ക് വേണം. ആ വാട്ടർ ടാങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. കൂടി ഹൈറ്റിൽ പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട പദ്ധതി. അങ്ങനെ വാട്ടർ ടാങ്ക് നിർമ്മിച്ചാൽ നമുക്ക് കുന്നത്തുമലയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണ് 2,48,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ ചെയ്തത്. 2 കോടി രൂപയ്ക്ക് ടെൻഡർ ഒരു കോൺട്രാക്ടർ എടുത്തു. പുതിയ വാട്ടർ ടാങ്കിൻ്റെ വർക്ക് നടന്നു വരികയാണ്. 90% വർക്ക് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി വാട്ടർ ടാങ്കിൻ്റെ ഹൈറ്റ് കൂട്ടി, അതിൻ്റെ കപ്പാസിറ്റി കൂട്ടി പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതിന് കുന്നത്തുമല നിവാസികൾക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ ആ പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പറായ ഒരാൾ രാഷ്ട്രീയമായി ഇതിനെ കണക്കാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്നാൽ അവിടെ കൂടിയ അമ്മമാരും സഹോദരിമാരും പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ പ്രാദേശിക ചാനലിൻ്റെ ആളുകൾ ഉൾക്കൊണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല പ്രവൃത്തിയൊന്നും മോശമൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വിരോധം പറയാനേ പറ്റൂ. അദ്ദേഹം ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണത്തിലും അതുപോലെ തന്നെ. പിന്നെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് വിരോധം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ പിന്നെ ആതിര പറഞ്ഞിട്ടില്ലേ, നമ്മളെ മെമ്പറാണ് നിങ്ങളെ MLA അവരെടുത്ത് ചോദിക്കും. അവിടെ വർക്കല കഹാർ MLA ആയിരിക്കുമ്പോൾ അവിടെ പണിത ഒരു വാട്ടർ ടാങ്കിന് വേണ്ടി പണിത കോൺക്രീറ്റ് കുറ്റികൾ അവിടെ നിൽപ്പുണ്ട്. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് കാണണം. തൻ്റെ കാലത്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ കാലത്ത് വർക്കലയുടെ സമീപത്തുള്ള പഞ്ചായത്തുകളിലും പ്രത്യേകിച്ചും ഈ ഉയർന്ന പ്രദേശമായിട്ടുള്ള കുന്നത്തുമലയിലും വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ടാങ്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി വെച്ച പണം അത് കുന്നത്തുമലയിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? യഥാർത്ഥത്തിൽ കുന്നത്തുമലയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടാങ്കിന്റെ ഹൈറ്റ് കൂട്ടിയതും വലിയ കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള ടാങ്ക് നിർമ്മിക്കുന്നതും. ഇതൊന്നും അറിഞ്ഞുകൂടാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് MLA ഈ പൈസ ഇവിടെ ചെലവഴിച്ചില്ല എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ഇത്രയും കള്ളം പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ വാർത്താ ചാനലും യഥാർത്ഥ വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ നിലവിൽ MLA ചോദിക്കണം, ഇങ്ങനെ 2 കോടി രൂപ എവിടെയാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയതെന്ന് ചോദിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം പോലും ഈ ചാനൽ കാണിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും ഇതൊരു തെരഞ്ഞെടുപ്പിൽ LDFനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഇത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും പോലീസിലും പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇതിന് പരാതി നൽകുകയും ചെയ്യും.